CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. അണ്ടത്തോട് പെരിയമ്പലം ബീച്ചിൽ ശക്തമായ തിരമാല അനുഭവപ്പെട്ടു. തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് വലിയ തോതിൽ തിരമാല അടിച്ചുകയറിയത്. കേച്ചേരി പറപ്പൂക്കാവിൽ പാപ്പാനെ തോട്ടികൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. തിരുവല്ല കവിയൂർ സ്വദേശി തുമ്പുങ്കൽ മലയിൽ അയ്യപ്പദാസാണ് അറസ്റ്റിലായത്. 7ാമത് വേലൂർ ഗ്രാമകം നാടകോത്സവം ഏപ്രിൽ 5 മുതൽ 9 വരെ വേലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ എരുമപ്പെട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് വിജയം സുനിശ്ചിതമാക്കുന്നതിനായി യുവജന കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഈസ്റ്റർ ദിനത്തിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് കെ മുരളീധരൻ. ഈസ്റ്ററിന്റെ അവധി ദിനത്തിൽ പഴയകാല ഓർമ്മകൾ അയവിറക്കി തന്റെ അയൽവാസികളായിരുന്നവരെയും ആദ്യകാല സുഹൃത്തുക്കളെയും നേരിൽ കണ്ട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. ഐക്യജനാധിപത്യ മുന്നണി ഗുരുവായൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP നിർവഹിച്ചു. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിനെത്തുന്ന വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനുള്ള നേർച്ചയുടെ പാക്കിംഗ് ആരംഭിച്ചു. ഏപ്രിൽ 12, 13, 14, 15, 16 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. കണ്ടാണശ്ശേരിയിൽ ആരോഗ്യ ഭക്ഷണ പ്രദർശന മത്സരം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യധാര 2024നോടനുബന്ധിച്ച് 5 കേന്ദ്രങ്ങളിലായാണ് ഭക്ഷണ പ്രദർശന മത്സരം സംഘടിപ്പിച്ചത്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ പേരുകേട്ട 12 ഗജവീരന്മാർ അണിനിരന്നു. അരിയന്നൂർ ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ആറാട്ടോടെ സമാപിച്ചു. രാത്രി ഭഗവതി ഗ്രാമബലിക്ക് ശേഷം പള്ളിവേട്ടയ്ക്കെഴുന്നള്ളി. ഇടതുപക്ഷ കർഷക തൊഴിലാളി സംഘടനകളുടെ കുന്നംകുളം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു. വടക്കേക്കാട് ആഞ്ഞിലക്കടവ് ഭാഗങ്ങളിൽ വിളവെടുക്കാറായ നെൽച്ചെടികൾ കട ഉണങ്ങി ഒടിഞ്ഞു വീഴുന്നു. പ്രകൃതി കനിഞ്ഞ് മഴ ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ നഷ്ടം വരുമെന്ന ആശങ്കയിൽ കർഷകർ. ഗുരുവായൂർ KSRTC ഡിപ്പോ ജീവനക്കാർക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. അപകടങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്ലാസിൽ ഡ്രൈവർ, കണ്ടക്ടർ, മറ്റ് വിഭാഗത്തിലെ ജീവനക്കാരും പങ്കെടുത്തു. ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ അവധിക്കാല ഫുട്ബോൾ ക്യാമ്പിന് തുടക്കമായി. തുടർച്ചയായി 1 മാസം രാവിലെ 7:30 മുതൽ 9:30 വരെയാണ് ഫുട്ബോൾ പരിശീലനം. കേരള സ്പോർട്സ് കൌൺസിൽ സംസ്ഥാനതല പദ്ധതിയായ യോഗയിലൂടെ സമ്പൂർണ്ണ ആരോഗ്യം യോഗ ഫോർ ഓൾ സൗജന്യ യോഗ പരിശീലനത്തിന്റെ ആദ്യഘട്ടം വേലൂർ പഞ്ചായത്തിൽ സമാപിച്ചു. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU എരുമപ്പെട്ടി അംഗം KV ഫിലിപ്പിന്റെ നിര്യാണത്തിൽ സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയൻ അനുശോചിച്ചു. പെരുമ്പിലാവ് അക്കിക്കാവ് ആനക്കലിൽ നടന്ന ഉഷാർ ക്രിക്കറ്റ് ലീഗ് സീസൺ 4 മത്സരത്തിൽ ചെറുവത്താനി ടീം നേത്ര ജേതാക്കളായി. ഫൈനൽ മത്സരത്തിൽ ഹിറ്റേഴ്സ് മരത്തംകോടിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ടീം നേത്ര ജേതാക്കളായത്. കടവല്ലൂർ വടക്കുമുറി മഹലിന്റെ ഗൾഫ് കമ്മിറ്റിയായ കടമ കടവല്ലൂരിന്റെ ജനറൽ ബോഡി യോഗവും ഇഫ്താർ മീറ്റും ദുബായിലെ കാരാമയിൽ വൈഡ് റേഞ്ച് റെസ്റ്റോറന്റിൽ നടന്നു. മരത്തംകോട് നാടിന്റെ സ്പന്ദനം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. അമ്പലംപള്ളി ഗ്രൌണ്ടിലായിരുന്നു ഇഫ്താർ സംഗമം. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.